ഡിയർ സ്റ്റുഡൻസ്, വെൽക്കം ടു ഹിന്ദി ചേംബർ. ഞാൻ ബാബു എൻ പനക്കൽ. നമ്മളിന്ന് 12ാം ക്ലാസ്സിലെ ഹിന്ദി ചാപ്റ്ററിന്റെ പേര് സൂറിനാം മേം പഹല ദിൻ. അതിന്റെ സെക്കൻഡ് പാർട്ടാണ് ഇന്ന് അപ്ലോഡ് ചെയ്യാൻ പോകുന്നത്. എല്ലാവരും ടെക്സ്റ്റ് ബുക്ക് ഓപ്പൺ ചെയ്ത് വെക്കണം. ഒരു പെൻസിൽ കയ്യിൽ കരുതണം. ഏതെങ്കിലും ഒരു വേർഡിന്റെ മീനിങ് അറിയാമെങ്കിൽ നിങ്ങൾ അത് അണ്ടർലൈൻ ചെയ്തിട്ട് മുകളിൽ എഴുതിയെടുക്കണം. നമ്മുടെ ക്ലാസ് സെന്റൻസ് ബൈ സെന്റൻസ്, വേർഡ് ബൈ വേർഡ്, മലയാളം എക്സ്പ്ലനേഷനോട് കൂടിയതാണ്. അതുകൊണ്ട് നമുക്ക് സൂറിനാം മേം പഹല ദിൻ എന്ന ചാപ്റ്ററിന്റെ രണ്ടാമത്തെ പാർട്ടിലേക്ക് കടക്കാം. മൗറീഷ്യസ്, त्रिनिदाद, ब्रिटेन के पश्चात विश्व हिंदी सम्मेलनों की यह 7वीं यात्रा है, 7वीं मंजिल. മൗറീഷ്യസ്, ത്രിനിദാദ്, ബ്രിട്ടൻ എന്നിവയ്ക്ക് ശേഷമുള്ള ഹിന്ദി സമ്മേളനത്തിന്റെ 7ാമത്തെ യാത്രയാണിത്, അഥവാ 7ാം താവളമാണ്. 134 साल पहले जो प्रथम भारतीय श्रमिक यहाँ आए थे, 130 വർഷങ്ങൾക്ക് മുൻപ് ആദ്യ ഇന്ത്യൻ തൊഴിലാളി ചേക്കേറിയ സ്ഥലമാണ് ഇവിടം. അതിന്റെ ഓർമ്മയ്ക്കായിട്ടാണ് ഹിന്ദി മഹാപർവ് ആഘോഷിക്കപ്പെടുന്നത്. ഭാരത് के अलावा अनेक देशों के हिंदी लेखक, हिंदी प्राध्यापक, हिंदी प्रचारक, हिंदी सेवी अपनी उपस्थिति का अहसास जता रहे हैं. ഭാരതം കൂടാതെ അനേകം രാജ്യങ്ങളിലെ ഹിന്ദി ലേഖകന്മാർ, ഹിന്ദി അധ്യാപകർ, ഹിന്ദി പ്രചാരകന്മാർ, ഹിന്ദി സേവകർ अपनी उपस्थितियों का अहसास जता रहे हैं. തങ്ങളുടെ സാന്നിധ്യം, ഉപസ്ഥിതി, സാന്നിധ്യം, അഹ്സാസ് അറിയിപ്പ്, തോന്നൽ, അപ്നി ഉപസ്ഥിതി കാ അഹ്സാസ് ജതാ രഹേ ഹേ, തങ്ങളുടെ സാന്നിധ്യം അറിയിക്കുന്നു. ലഗ്ഭഗ് 4.5 लाख ആബാദി വാലെ ഇസ് ദേശ് മേ, ഏകദേശം 4.5 ലക്ഷം ആളുകൾ മാത്രം താമസിക്കുന്ന ഈ രാജ്യത്ത്, जिसके 37% ലോഗ്, അവരിൽ 37% ആളുകളും ഭാരതീയ മൂൽക്കേ ഹേ, ഇന്ത്യൻ വംശജരാണ്. സർവത്ര ഭാരതീയ ദിഖ് രഹേ ഹേ, എന്നാൽ എല്ലായിടത്തും ഇന്ത്യക്കാർ തന്നെ ഇന്ത്യക്കാർ എന്ന് തോന്നിപ്പോകും. പാരാമാരിബോ ഷഹർ സൂറിനാമി നഹീം, ഏക് ഭാരതീയ ഷഹർ ജൈസാ ലഗ് രഹാ ഹേ. പാരാമാരിബോ പട്ടണം ശരിക്കും ഒരു സൂറിനാമി അല്ല, അത് ഭാരതീയ പട്ടണം പോലെയാണ് അനുഭവപ്പെടുന്നത്. दिनांक 6 जून को प्रातःकाल सम्मेलन का शुभारंभ करते हुए सूरीनाम के अफ्रीकी मूल के राष्ट्रपति रोनाल्डो वेनेर्सियान ने अपने उद्बोधन में कहा था, सूरीनाम और भारत के बीच प्रगाढ़ आत्मीय संबंध है. दिनांक 6 जून को, जून 6 തീയതി പ്രഭാത സമ്മേളനം का शुभारंभ करते हुए, പ്രഭാത സമ്മേളനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സൂറിനാം കെ ആഫ്രിക്കി മൂൽ കെ രാഷ്ട്രപതി, സൂറിനാമിലെ ആഫ്രിക്കൻ വംശജനായ റൊണാൾഡോ വെനേർസിയാൻ എന്ന രാഷ്ട്രപതി തന്റെ പ്രസംഗത്തിൽ ഇപ്രകാരം പറഞ്ഞിരുന്നു: സൂറിനാം ഔർ ഭാരത് കെ ബീച്ച് പ്രഗാഢ ആത്മീയ സംബന്ധ ഹേ. സൂറിനാമും ഭാരതവും തമ്മിൽ നല്ല ആത്മീയ ബന്ധമാണ് ഉള്ളത് എന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു. दोनों देश अनेक अर्थों में एक दूसरे से गहरे जुड़े हैं. രണ്ട് രാജ്യങ്ങളും പല കാര്യത്തിലും നല്ല ചേർച്ചയുണ്ട്. दोनों के बीच पुराने भाषाई संबंध है. രണ്ട് ഭാഷകളും തമ്മിൽ പഴയ ഭാഷാബന്ധമുണ്ട്. ഭാഷാഭാവ് की अभिव्यक्ति का
സശക്ത് മാധ്യം ഹോത്തി ഹേ, ആശയ പ്രകാശനത്തിനുള്ള ശക്തമായ ഒരു മാധ്യമമാണ് ഭാഷ എന്ന് പറയുന്നത്. ഹിന്ദിക്ക് ജനനി സംസ്കൃതിക്ക് അപനി വിശേഷതായും ഹേ, ഹിന്ദിയുടെ മാതാവായ സംസ്കൃതത്തിന് തനതായ സവിശേഷതയുണ്ട്. उसके साथ साथ आज विश्व की एक प्रमुख भाषा के रूप में हिंदी भी उभर रही है. അതിനോടൊപ്പം ഇന്ന് ലോകത്ത് ഒരു വളരെ പ്രമുഖമായ ഒരു ഭാഷയായി ഹിന്ദി മാറിയിരിക്കുന്നു. सूरीनाम में हिंदी के प्रचार प्रसार में, हिंदी को आम आदमी तक पहुंचाने में, സൂറിനാമില് ഹിന്ദി പ്രചരിപ്പിക്കുന്നതിനും ഹിന്ദിയെ സാധാരണ ജനങ്ങളിലേക്ക് എത്തിച്ചേർപ്പിക്കുന്നതിനും ഹിന്ദി സിനിമോമേം തഥാ സംഗീത കാ ഭി വിശേഷ യോഗദാൻ രഹ, ഹിന്ദി സിനിമ ഗാനങ്ങൾക്കും സംഗീതത്തിനും പ്രത്യേക പങ്കുണ്ട്. ഹിന്ദി ചലച്ചിത്രോं के प्रति सूरीनाम के भारत वंशियों का ही नहीं अन्य सूरीनामी लोगों का भी गहरा लगाव है. ഹിന്ദി ചലച്ചിത്രങ്ങളോട് സൂറിനാമിലെ ഭാരത വംശജർക്ക് മാത്രമല്ല മറ്റുള്ള രാജ്യത്തുള്ളവർക്കും നല്ല ഒരു ബന്ധമാണ് ഉള്ളത്, നല്ല താല്പര്യമാണ് ഉള്ളത്. ഏക് ദീപ് പ്രജ്വലിത് ഹോത്തെ ഹി ലഗാക്കി ഏക് സാത്ത് ന ജാനേ കിത്തനെ ജഗമഗാത്തെ ദീപക് ജൽ ഉഠേ ഹേ. ഒരു ദീപം പ്രകാശിച്ചതോടെ ഒരുമിച്ച് അനേകം ദീപങ്ങൾ തിളങ്ങുന്നത് പോലെ തോന്നിപ്പോയി. സൂറിനാമി ഭാരത വംശിയോം കാ ഉത്സാഹ് ദേഖിനെ യോഗ്യത, സൂറിനാമില് ഉള്ള ഭാരത വംശജരുടെ ഉത്സാഹം ഒന്ന് കാണേണ്ട തന്നെയായിരുന്നു. കഹീം ഐസ അക്സാസ് രഹാ താ ജൈസെ 130 साल से बिछड़े बंधु आज फिर गले मिल रहे हैं. 130 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ നഷ്ടപ്പെട്ടു പോയ ഒരു ബന്ധം വീണ്ടും കോർത്തിണക്കപ്പെടുന്നു എന്ന് എല്ലാവർക്കും സംശയം തോന്നിപ്പോയി. യഹ് ഭാരത് മിലാപ് ബഹുത് ആഹ്ലാദിത് കർ രഹാ താ. ഈ ഭാരത ഒത്തുചേരൽ വളരെ ആഹ്ലാദം പകരുന്നതായിരുന്നു. ഇതാണ് ഹിമാംശു ജോഷി സൂറിനാമെ പഹലാദിൻ എന്ന യാത്രാ വിവരണത്തിൽ നമ്മുടെ രാജ്യത്തെക്കുറിച്ചും ഹിന്ദി ഭാഷയെക്കുറിച്ചും വിശദമായിട്ട് വർണ്ണിക്കുന്ന പാഠഭാഗം. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുവെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പമുള്ള ബെൽ ഐക്കണിലെ ഓൾ ഓപ്ഷൻ കൂടി പ്രസ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ അടുത്ത വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുന്നതാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും വിജയാശംസകൾ. നന്ദി, നമസ്കാരം.